ആരാകണം മുഖ്യമന്ത്രി? ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. i2y ന്യൂസ് റിയാക്ട് 4 ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രിയമുള്ള പ്രേക്ഷകരെ, ആരാകണം മുഖ്യമന്ത്രി എന്ന് പ്രതികരിക്കുവാനുള്ള ഒരു അവസരം ഇന്നലെ ഞങ്ങൾ i2y ന്യൂസ് റിയാക്ട് 4 നൽകിയിരുന്നു. അതിന് പ്രകാരം ലഭിച്ച ഒരു പ്രതികരണം കേൾക്കാം. നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രതികരണം കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് നേതാവിന്റെയാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മണി. എന്റെ അഭിപ്രായത്തിൽ എന്താ പറഞ്ഞാല്, ഈ VD സതീശനെയും ചെന്നിത്തലിനെയും ഒഴിവാക്കിയിട്ട് ആരെ മുഖ്യമന്ത്രിയാക്കിയാലേ കേരളത്തില് നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം KC വേണുഗോപാലിനെ ആക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ K മുരളീധരനെ പോലുള്ള ആളുകളെ ആക്കാം, തിരുവഞ്ചൂരിനെ പോലുള്ള ആളാക്കാം. ഇവരെ രണ്ടു കൂട്ടരും ആക്കുകയാണെങ്കിൽ കേരളത്തിൽ അടി ഇനി തീർത്താ തീരൂല. അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത്രയ്ക്ക് ക്ഷുദ്രജീവികളാണോ VDയും RCയും? 100%. കാരണം ഉമ്മൻചാണ്ടി അധികാരം തുടർച്ച ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ആ നല്ലൊരു സിറ്റുവേഷനിൽ അന്ന് കോൺഗ്രസിന് തുടർഭരണം കിട്ടുന്ന സമയത്ത് എല്ലാ കളികളും കളിച്ചിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതിന്റെ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് രമേശ് ചെന്നിത്തല. രണ്ടാമത്തെ ടേമിൽ അയാൾ ഉറപ്പിച്ച് അയാൾക്ക് മുഖ്യമന്ത്രി ആവും എന്നുള്ള രീതിയിൽ രണ്ടാമതും അയാൾ ഉറപ്പിച്ച് കൂടുതൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള രീതിയിൽ അയാൾ വീണ്ടും കളിച്ചപ്പോൾ ഈ കളിയിൽ എന്ത് ചെയ്യുന്നതാണ്, കോൺഗ്രസ്സുകാർ മനം എടുത്തിട്ട് കോൺഗ്രസ്സുകാരൊക്കെ വോട്ട് ചെയ്യാതെ തിരിഞ്ഞും കുത്തി. അങ്ങനെ ആ ഭരണവും പോയി. മൂന്നാമത് ഇപ്പം ഭരണം കിട്ടി വന്നപ്പം ഇവര് പറഞ്ഞ് കേരളത്തിനെ സേവിക്കാനാണ്, പാർട്ടിനെ സേവിക്കാനാണെങ്കിൽ ഇവർക്ക് എന്തിനാ മുഖ്യമന്ത്രി? ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് മുഖ്യമന്ത്രി ആവുന്നുണ്ട് ആവശ്യം? മുഖ്യമന്ത്രി ആവണമെന്നുണ്ടോ? ഇപ്പൊ ആ K മുരളീധരൻ സ്ഥാനം ഇല്ലാതെ ആയ പോയിട്ടും K മുരളീധരനോട് അവിടെ പോയി നിൽക്കുന്ന പറയുമ്പോൾ അവിടെ പോയി നിൽക്കണ്, ഇവിടെ പോയി നിൽക്കുന്ന പറയുമ്പോൾ ഇവിടെ പോയി നിൽക്കണ്. അതേമാതിരി പാർട്ടി വർക്ക് നടത്തുന്നത് അയാളെ ഞാൻ ന്യായീകരിക്കാതിരിക്കുകയോ അല്ല ചെയ്യുന്നത്. അതേപോലെ ഇവർ പാർട്ടി എന്താണോ പറയുന്നതാണ് അത് കേൾക്കല്ലേ വേണ്ടത്. ഇവർക്ക് ചെന്നിത്തല പറയണത് എന്താ പറഞ്ഞാല് അയാൾ ജീവിതാഭിലാഷമാണ് മുഖ്യമന്ത്രി ആകുന്നത്. അയാൾ ജീവിതാഭിലാഷം ഉണ്ടായി അയാൾക്ക് ഈ 10 കൊല്ലം ടേം ഉണ്ടായിട്ട് പോലും പാർട്ടിനെ നശിപ്പിക്കുക ചെയ്തത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അയാൾക്ക് ചാർജ് കൊടുത്തതിനെ കൊണ്ട് മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പോയത്. അയാൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോയിന്നേ ഉള്ളൂ. അയാൾ ഐഡിയയിൽ നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ തോറ്റുപോയി. അപ്പൊ അതുപോലെ ബോംബെയില് മറ്റേ ഇദ്ദേഹത്തെ ഏതൊക്കെ സംസ്ഥാനത്തേക്ക് കൊണ്ടിറക്കി അവിടെ എല്ലാം മുടിഞ്ഞില്ലേ? അത് വേറെ. നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല്, ഞാനിവിടെ ഒരു പ്രാദേശിക നേതാവായിരുന്നു, അത് വേറെ വിഷയം. നമ്മള് കാണുന്ന കാഴ്ച, ഇയാളെ നിർത്തുമ്പം ഇയാളെ ഇതായിട്ടുള്ള ആളുകളെ നിർത്തിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ കോൺഗ്രസ്സുകാർ എന്നുള്ള ആളുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിന് ബദല് നമ്മൾ വിടിപ്പിക്കുക, ഈ എതിരാക്കി മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ചുരുങ്ങിയ ആളുകളെ വെച്ചിട്ട് അതായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടി യോജിപ്പിക്കുന്നില്ല, ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പിക്കുക ചെയ്യുന്നത്. അതുപോലെ VD സതീശൻ എന്തുകൊണ്ടാണ് ആകരുതെന്ന് പറയുവാൻ കാരണം? VD സതീശനെ നിർത്തിക്കുകയാണെങ്കിൽ VD സതീശനെ നേരെ കൊണ്ടുപോകാൻ ഒരു രീതിയിലും ചെന്നിത്തല സമ്മതിക്കില്ല, ആ ഉറപ്പാ. ഇയാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെന്നിത്തല ഒരു രീതിയിലും സമ്മതിക്കില്ല. പിന്നെ ഇങ്ങോട്ട് നിങ്ങളൊരാൾ അങ്ങോട്ട് അടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് അടിക്കാതെ വെക്കൂല. അപ്പൊ ആ സമീപനം ചെന്നിത്തല എടുക്കും. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും തമ്മിലടി കാരണം ഭരണം പ്രതിസന്ധിയിലാകും, മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് KC ആണെ കുഴപ്പം വരത്തില്ല എന്നാണ് പറയുന്നത്. KCയോ ഇല്ലെങ്കിൽ K മുരളീധരനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഇവരൊക്കെ അവരാരും പേരൊന്നും ആരും പറഞ്ഞിട്ടല്ല പറയണത്. ഇവരാരും മറ്റേ ഒരു ഭിന്നിപ്പ് സർക്കാരല്ല. ഇവര് VD സതീശൻ അത്ര ഇതുള്ള ആളാണെങ്കിൽ അയാൾ പറഞ്ഞിരിക്കണ് പാർട്ടി എന്താണോ പറയണെന്ന് പറഞ്ഞാൽ നമ്മൾ VD സതീശന് എതിർക്കേടൊന്നുമില്ല. ഈ VD സതീശൻ ഈ പിണറായി വിജയന്റെ മറ്റൊരു പതിപ്പ്, ഒരു പിണറായിയുടെ 3ാം തുടർ ഭരണം പോലെ തന്നെ ഇയാളെ പോലെ തന്നെ ഒരു ഏകാധിപതിയും ഒരു തന്നിഷ്ടക്കാരനും ആയി വരുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള സംബന്ധിച്ചിടത്തോളം നമ്മളെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാല്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ ഇടയിൽ തല്ലും കുത്തും കുടുങ്ങിയും കഴിഞ്ഞിട്ട് പ്രസ്ഥാനത്തെ ഉണ്ടാക്കി ആളുകളാണ് നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ. ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സതീശന്റെ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ, കാരണം ഇങ്ങോട്ട് തച്ചാല് അങ്ങോട്ട് തല്ലരുത് എന്നുള്ള രീതിയിലുള്ള സമീപനമായിട്ട് നടന്നാൽ പാർട്ടി ഉണ്ടാവൂല എന്നുള്ളതാണ്. അത് K സുധാകരനെ പോലുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ അറിയാം. വേറെ ഏത് പാർട്ടിയിലാണ് ഇതേമാതിരി ഒരാളെ പിടിച്ച് പുറത്താക്കുക? അപ്പൊ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും നമ്മൾ ഫോൾട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മളെ പക്ഷത്തേക്ക് ആക്കി എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാൾ ശരി ചെയ്തോ തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല. നമ്മളിപ്പോ നമ്മളെ പോസ്റ്റ് ഒരു മാർക്കിസ്റ്റുകാരെ കീറുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓന്റെ പോസ്റ്റ് പോയി കീറുമ്പോൾ സ്വാഭാവിക നാട്ടിൻപുറത്ത് ഉണ്ടായിരുന്ന ഒരു കേസാ.
അതെങ്കിലും ഞങ്ങൾ കീറിയത് ഒരു കീറി ഞങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ബന്ധു നടത്തുകയാണെങ്കിൽ നമ്മൾ സമാധാനം പാലിപ്പിച്ചെങ്കിൽ നമ്മൾ ബന്ധം നടത്താൻ പറ്റും, നമ്മൾ വീട് അടുപ്പിക്കാൻ പറ്റുമോ? അതുപോലെ ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഹർത്താലോ പ്രതിഷേധമോ ഒന്നുമില്ലാത്ത 5 വർഷം, ഇത് ഇയാളുടെ കഴിവില്ലായ്മ, ഇയാൾ ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടല്ലേ അപ്രകാരം സംഭവിച്ചത്? ഒരു പ്രതിഷേധം പോലും ഉണ്ടായില്ല. അത് തന്നെയാണ് ഞാൻ പറയണത്. കാരണം നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായാൽ, ഈ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ പോസ്റ്റുകളും നമ്മളെ അതും ആക്രമിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികതയിൽ ആക്രമിക്കാതിരിക്കുമോ? അപ്പൊ ഇയാൾ സംയമനം പാലിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഈ മുഖത്തടിക്കുമ്പോൾ മറ്റേ മുഖം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസാണോ? അല്ല, യുവ നേതാവിനെ പിടിച്ച് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമ്പോൾ പിണറായിയുടെ വലതുഭാഗത്തിരുന്ന് സദ്യ നക്കി തിന്നുമായിരുന്നു. അതെ, അതാ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നമ്മളെ കേസ് ആണെങ്കിൽ എന്താ ചെയ്യാ? കേസ് പറയും പോയി അടിക്കടാന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ഞാൻ തരാന്നറിയും. അങ്ങനെയുള്ള ആളുകളെയാണ് പാർട്ടിക്ക് ആവശ്യം. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളെ വെച്ച് ഞാൻ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. കാരണം പ്രസ്ഥാനത്തിൽ ആളുണ്ടാവില്ല. ആ മുസ്ലിം ലീഗുകാരോ ഈ മുസ്ലിം സമുദായക്കാരോ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോ സീറ്റ് ഇട്ടു. അതല്ലാതെ പാർട്ടി ഉണ്ടാവില്ല. കോൺഗ്രസ് പ്രവർത്തകനാണല്ലേ? കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകനാണ്. കാരണം ആന്റണി പോയപ്പം കോൺഗ്രസ് ആണ്, കരുണാകരൻ പോയപ്പം കോൺഗ്രസ് ആണ്, ഏത് രീതിയിലും കോൺഗ്രസ് ആണ്, ഇനി മരിക്കുന്നവരെ കോൺഗ്രസ്. കാരണം കോൺഗ്രസ് ആവണേന്റെ കാരണവും പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ കുത്തും തല്ലും കുടുങ്ങി കഴിഞ്ഞ് ഇക്കാലം അത്രയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് ജീവിച്ച ആളായനെ കൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വേറൊന്നും നമ്മളിനി എവിടേക്കിട്ട് പോകുന്നുമില്ല. നമുക്ക് നിലനിന്ന് കാണുന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.